ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും നമുക്ക് ഒരുപാട് ശല്യക്കാരായിട്ടുള്ള പാറ്റ, പല്ലി, അതുപോലെ എട്ടുകാലി, പിന്നെ വീടിൻ്റെ പുറത്തൊക്കെ ആണെങ്കിലും നമുക്ക് എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം ഉണ്ടാവില്ലേ. അപ്പം ഇവരെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ നമുക്ക് എന്നേക്കുമായി ഓടിക്കാനുള്ള 1-2 കുഞ്ഞു ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മോസ്കിറ്റോ കോയിലാണ്, അതായത് നമ്മുടെ കൊതുക് തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട്. ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത്തിരി കട്ടിയുള്ളതാണ് നമ്മുടെ ഈ കോയിൽ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇടിച്ചു കൊടുത്താലുള്ള നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ പൊടിച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കാക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ പൊടിയിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മൾ മറ്റൊരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കുന്നു. ഇനി നമ്മൾ ബാലൻസ് നമ്മുടെ പാത്രത്തിൽ ഇരിക്കുന്നതിനകത്തേക്ക് കുറച്ച് കർപ്പൂരമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കർപ്പൂരം ഞാനിതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പം ഒരല്പം കായത്തിൻ്റെ പൊടി കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡെറ്റോൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 മൂടി ഡെറ്റോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം വേണം ഒഴിക്കാൻ. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് മൂടിയിട്ടൊരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പൊടിയുടെയൊക്കെ ആ ഒരു ഗുണങ്ങളൊക്കെ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലോ ഏത് വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പാറ്റ, പല്ലിയുടെയൊക്കെ ശല്യം, എട്ടുകാലിയുടെ ശല്യമൊക്കെ ഉള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവരുടെ ശല്യം നമുക്ക് പിന്നെ ഉണ്ടാകത്തേയില്ല. അതുപോലെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നമ്മൾ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ച് വിടുകയാണെങ്കിൽ രാത്രിയിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് വരുന്ന പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ, അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഒക്കെ നമുക്കിതുപോലെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വിടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പാറ്റയോ പല്ലിയോ ഒന്നും പിന്നെ ആ ഭാഗത്തേക്ക് വരത്തില്ല. പിന്നെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ കിച്ചൺ സിങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹോളിൽ നിന്ന് പുറത്തേക്ക് രാത്രിയിലൊക്കെ വരുന്ന പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം പിന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പാറ്റയും പല്ലിയും ഒന്നും പിന്നെ ഭാഗത്തേക്ക് വരത്തില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പൗഡർ നേരത്തെ അതിൻ്റെ ആ പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഞാൻ ഒരു കർപ്പൂരം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഡെറ്റോൾ കൂടി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗോതമ്പിൻ്റെ പൊടിയാണ്. അതുകൂടെ ഞാനൊരു 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ്. അപ്പം നമ്മൾ വെള്ളം ഇതിൽ ഒട്ടും ചേർക്കുന്നില്ല. ഇന്ന് വിനാഗിരി ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ എന്താ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കണം. നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇത് ഫുള്ള് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പുറത്തായാലും അകത്തായാലും എവിടെയാണ് എലിയുടെ ശല്യമുള്ളത്, പെരിച്ചാഴിയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമ്മളിത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അവർ വന്ന് ഉറപ്പായിട്ടും എന്തായാലും ഗോതമ്പിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടാകും, ഗോതമ്പ് പൊടിയുടെ. അപ്പോൾ അവർ ഉറപ്പായിട്ടും വന്ന് കഴിച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് അവരുടെ ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എലി വരുന്ന ആ ഭാഗം നമുക്കറിയാമല്ലോ, അതിൻ്റെ ആ ഒരു എലിയുടെ പൊത്തുള്ളിടം, അതുപോലെ അത് വരുന്ന ആ വഴി ഒക്കെ നമുക്കറിയാം. അവിടെയൊക്കെ ഇതുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി. അവർ വന്ന് കഴിച്ചിട്ട് പോകും. പിന്നെ അവരുടെ ശല്യം, എലിയുടെയും പെരിച്ചാഴിയുടെയും ഒന്നും ശല്യം നമുക്ക് പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.